ഇസ്രായേലിൽ ജയിലുകളിൽ കഴിയുന്ന മുഴുവൻ പാലസ്തീൻ തടവുകാർക്ക് മോചനവും, യുദ്ധം അവസാനിപ്പിക്കുക, ഗാസ പട്ടണത്തിൽ നിന്നും ഇസ്രായേൽ സേന പൂർണ്ണമായും പിന്മാറുക, മാനുഷിക സഹായം ഉൾപ്പെടെയുള്ള ചരക്കുകളുടെ പ്രവേശനത്തിന് അതിർത്തികൾ തുറക്കുക, ഗാസയുടെ പുനർനിർമ്മാണം ആരംഭിക്കുക, ഗാസയെ നിയന്ത്രിക്കാൻ സ്വതന്ത്ര ടെക്നോക്രാറ്റിക് സർക്കാർ രൂപീകരിക്കുന്നതിനോട് സഹകരിക്കുമെന്നും, അതായത് ഹമാസ് നേരിട്ട് അധികാരം കൈവിടാൻ തയ്യാറാണ് എന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ മുന്നോട്ട് വച്ചിരിക്കുന്ന നിബന്ധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഴുവൻ ഇസ്രായേലി ബന്ദികളുടെ മോചനവും, ഹമാസിന്റെ ആയുധ മുക്തീകരണം, അതോടൊപ്പം ഗാസ പട്ടണത്തിന്റെ മുഴുവൻ ഇസ്രായേലി ബന്ദികളുടെ മോചനവും, ഹമാസിന്റെ ആയുധ മുക്തീകരണവും, അതോടൊപ്പം ഗാസ പട്ടണത്തിന്റെ ആയുധ മുക്തീകരണം, ഗാസയിലെ ഇസ്രായേലിന്റെ സുരക്ഷാ നിയന്ത്രണം എന്നിവ ഉൾപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഹമാസിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രതികരിച്ചത് ഇപ്രകാരമാണ്: ഇത് ഹമാസിന്റെ മറ്റൊരു കളിയായിട്ടേ കാണുന്നുള്ളൂവെന്നും അല്ലാതെ പുതിയതായി ഒന്നുമില്ല. യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ മന്ത്രിസഭ നിർദ്ദേശിച്ച നിബന്ധനകൾ പാലിക്കണമെന്നും PM ഓഫീസ് അക്കമിട്ട് നിരത്തുന്നു. എല്ലാ ബന്ദികളുടെയും മോചനം, ഹമാസിന്റെ ആയുധ മുക്തീകരണം, ഗാസയുടെ പൂർണ്ണമായ ആയുധ മുക്തീകരണം, ഗാസയിൽ ഇസ്രായേൽ സുരക്ഷാ നിയന്ത്രണം, ഭീകരത പ്രോത്സാഹിപ്പിക്കാത്ത, ഭീഷണി ഉയർത്താത്ത മറ്റൊരു പൗരഭരണകൂടത്തിന്റെ സ്ഥാപനം. ഈ നിബന്ധനകൾ പാലിക്കപ്പെട്ടാൽ മാത്രമേ ഹമാസ് വീണ്ടും ആയുധ ശേഖരണം നടത്തി ഒക്ടോബർ 7 പോലുള്ള കൂട്ടക്കൊലകൾ ആവർത്തിക്കുന്നത് തടയാൻ സാധിക്കൂ എന്നും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രസ്താവനയിൽ ആവർത്തിക്കുന്നു.